ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് നോമ്പ്? നമ്മുടെ 6ാമത്തെ നോമ്പായിട്ട് എന്തൊക്കെയുണ്ട്? ഇപ്പോൾ എല്ലാവരും വിശേഷ നോമ്പൊക്കെ പിടിച്ചിട്ട് എല്ലാവരും ക്ഷീണിച്ചിരിക്കണേണോ? അപ്പോൾ ഇതേ ഞാനിന്ന് നല്ലൊരു ജീരകക്കഞ്ഞിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാമെന്നൊന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ചിലപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ ഇതൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജീരകക്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കണം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കണമെന്ന് എങ്ങനെയൊക്കെയെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കണത് അരിയാണ് എടുത്തേക്കണത്. ആദ്യം തന്നെ നമ്മുടെ ജീരകശാല അരിയാണ് കേട്ടോ. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കൂലേ, ആ ഒരു അരിയാണ്. അപ്പോൾ ഞാൻ ഒരു അരക്കപ്പോളം ഇട്ട് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ ഇത്രയും മതി, കാരണം ഒരു അരക്കപ്പ് ഇത്ര ഇട്ട് കഴിഞ്ഞാലല്ലേ നല്ലോണം ഉണ്ടാവും. ചിലപ്പോൾ ഈ അരി ഇങ്ങനെ പെരുകും, അതായത് ഇങ്ങനെ ഒരുപാട് കൂടുതലുണ്ടാവും നമ്മൾ ഇത്രയും അരി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ കണ്ടത് ബിരിയാണി വെക്കണ പോലത്തെ ടൈപ്പ് അരി ജീരകശാല, അതാണ് ഞാൻ ജീരകക്കഞ്ഞിക്ക് എടുത്തത്. പിന്നെ അത് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഇത് അരച്ച് ലാസ്റ്റ് ഒഴിക്കുന്നതാണ്. പിന്നെ അതേ കുറച്ച് ഉള്ളി, ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ നല്ല ജീരകം, ഇത് നല്ല ജീരകം കൊണ്ട് എടുത്തേക്കണം. 1 ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കണത്, പെരുംജീരകമല്ല, നല്ല ജീരകമാണ്. പിന്നെ നമ്മുടെ അതേ ആശാളി എടുത്തിട്ടുണ്ട്, ഇതും 1 ടീസ്പൂണോളം നമുക്ക് ഇടണം. അപ്പോൾ ഇതേ ആശാളി കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും ഇത് ആശാളി. അപ്പോൾ ഇതൊക്കെ നല്ലതാണ്, നമ്മുടെ വയറിനൊക്കെ നല്ലൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതേ നമ്മുടെ ഉലുവ, ഇതും ഞാൻ 1 ടീസ്പൂണോട് ഇടും. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ ഇത് കൂടാതെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇടും കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് കുക്കറിലാണ് ഞാൻ വെക്കണം. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. മറ്റേ ചെമ്പിലിട്ട് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കുമല്ലോ ഇങ്ങനെ അരി വെന്ത് വരാൻ. ഇതാകുമ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ആശാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണിൻ്റെ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ 1 ടീസ്പൂൺ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ, കാരണം നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ അകത്തേക്കും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം ഒന്ന് അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണതാണ്. അപ്പോൾ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉപ്പിടണില്ല കേട്ടോ. ഉപ്പ് നമ്മൾ കഞ്ഞി കുടിക്കൂലേ, ആ സമയമാകുമ്പോൾ നമുക്ക് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഉപ്പ് നേരത്തെ ഒന്നും ഇട്ട് വെക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കഞ്ഞി എത്ര ദിവസം, അതായത് 2 ദിവസം വരെ നമുക്ക് കഞ്ഞി ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഉപ്പിട്ട് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കഞ്ഞി എടുക്കുമ്പോൾ മാത്രം നമ്മൾ അതുപോലെ ഉപ്പിട്ടിട്ട് കഞ്ഞി കുടിച്ചാൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇട്ടേക്കണം. പിന്നെ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ 1 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ 1 കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ, ആ 1 കപ്പ്. അപ്പോൾ നമുക്കിത് 2 വിസിൽ വന്നവരും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കണത്. ആശാളിയും ഉലുവയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ് ഞാൻ ഇട്ടേക്കണത്. ഇനി നമുക്ക് 2 വിസിലൊന്ന് വരുന്നവരെയും ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ വേകണ നേരം കൊണ്ട് നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളത്തിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ, നമ്മളിങ്ങനെ കറിക്കൊക്കെ ഉപയോഗിക്കൂലേ, അതേപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ എൻ്റെ വിസിലൊക്കെ പോയിട്ട് കഞ്ഞിയും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല മഞ്ഞ കളറായിട്ട് ജീരകക്കഞ്ഞി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്തിട്ടുമുണ്ട്. എൻ്റെ ആശാളി ഉലുവയൊക്കെ നല്ല വെന്ത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2-3 വിസിൽ ഞാൻ വരുത്തിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മുടെ തേങ്ങാക്കൂട്ടും നല്ല ജീരകമൊക്കെ അരച്ചത് ഉള്ളിയൊക്കെ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. കാരണം ഇത് ഇരിക്കും തോറും ചിലപ്പോൾ കുറുകി വരും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി കൊടുക്കണേന്. എന്നിട്ട് തീ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ജീരകക്കഞ്ഞി വെക്കുമ്പോൾ ഇങ്ങനെ വെട്ടിത്തിളക്കാൻ പാടില്ല. ഒരു നേരി ഇങ്ങനെ തിള വരൂലേ, നമ്മൾ മുമ്പ് തേങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ഇങ്ങനെ തിള പൊട്ടി വരൂലേ, അത് വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്താൽ മതി. അല്ലാണ്ട് ഇങ്ങനെ കിടന്നിങ്ങനെ തിളക്കരുത് ജീരകക്കഞ്ഞി. അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റൊക്കെ പോവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണേ. അപ്പോൾ ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തിള വന്നവരെ ഇത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇവിടെ ഒന്ന് തിളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പൊട്ടി അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. കണ്ട ഈ ഒരു തിള വന്നതിന് ശേഷം, കാരണം ഇത് 2-3 സ്ഥലത്തല്ല തിള, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒരു തിള വരുമ്പോൾ
നമുക്കത് ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അതേ ഒന്നും കൂടെ ഒന്നത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് അത് ഒരു വട്ടവും കൂടെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് ഓഫ് ചെയ്യണേണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം നല്ലൊരു ഹെൽത്തിയാണ് ഈ ജീരകക്കഞ്ഞി. നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. കാരണം ഉലുവയുണ്ട്, നല്ല ജീരകമുണ്ട്, ആശാളയുണ്ട്. ഇതൊക്കെ നമ്മുടെ നല്ലൊരു വയറിന് നല്ലൊരു ഹെൽത്തിയാണിത്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ കഞ്ഞി കുടിക്കണമെന്ന് വെച്ചാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ജീരകക്കഞ്ഞി നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തിളയൊക്കെ വന്ന് ഞാനിവിടെ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. കാരണം നമ്മളിനി കഴിക്കുന്ന ടൈം ആകുമ്പോൾ നമുക്കത് ഉപ്പിട്ടിട്ടൊന്ന് കഴിച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ബാക്കി വന്നാലും ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അപ്പോൾ ഇത് കേടാവുന്നില്ല കേട്ടോ, കേടാവുന്നില്ല. അപ്പോൾ 2 ദിവസമൊക്കെ വരെയൊക്കെ നമുക്ക് നിൽക്കും ജീരകക്കഞ്ഞി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ജീരകക്കഞ്ഞി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണേ. ബൈ.